എല്ലാരും ഒന്ന് ഇറങ്ങി ഫൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? മകൻ അച്ഛനെ കടത്തി വെട്ടിയ താങ്ക് യു. ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ അയക്കുക, ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കാണാൻ പറയുക. പെൺകുട്ടികൾ കാണണം അധികമായിട്ട്. പ്രായം അറിയിച്ച വളരെ അപകടകരമായ പ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട്ഷിപ്പും ഫൺ ആൻഡ് ഫ്രോളിക്കിങ് എല്ലാം വേണം. പക്ഷേ സെൽഫ് എസ്റ്റീം, ഡിഗ്നിറ്റി, ഇതൊക്കെ ഒരു സർക്കാരിൻ്റെയും ചുമതലയല്ല. ഒരു സർക്കാരും അത് നോക്കില്ല. നമ്മളത് സ്വയം നമ്മുടെ കാവൽക്കാരാണ്. ഇത് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തത്വമാണ്. നല്ല ആൺമക്കളെ അമ്മമാരാണ് വളർത്തുന്നത്. ആ അമ്മയും ഒരു സ്ത്രീയാണ്. സ്ത്രീകളോട് ഒരുപക്ഷെ എങ്ങനെ പെരുമാറണം, സ്ത്രീക്ക് എങ്ങനെ കരുതലൊരുക്കണം എന്ന് പറയുന്ന വലിയ സന്ദേശം, ഇതെല്ലാം ഇതുമായിട്ട് അലൈഡായിട്ടുള്ള ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രതിമാർഗങ്ങളാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സമൂഹത്തിന് വലിയ സംഭാവന നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ നൽകാനുണ്ട്. അത് സിനിമയിലൂടെ കാണിക്കാൻ സാധിച്ചു. ഇത് സമൂഹത്തിൽ ഇത് പടരണം, പടരും. കേക്ക് കട്ടിങ് എല്ലാവരും വിളിക്കും. നമുക്ക് വെളിയിൽ കേക്ക് കട്ട് ചെയ്ത് കേക്ക് കട്ട് കൊല്ലത്ത് തേവലക്കരയിലെ സ്കൂളിൽ 13 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചിരുന്നു. ആ സംഭവത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ വാർത്ത ഒന്നും കണ്ടിട്ടില്ല. ഞാൻ രാവിലെ മുതൽ മുടക്കുന്നാഥ ക്ഷേത്രത്തിലും അത് കഴിഞ്ഞ് ഈ തിയേറ്റർ വിസിറ്റും പിന്നെ അന്തിക്കാട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ട് അവിടെ കോളനികളിലെല്ലാം ഞാൻ സന്ദർശനം നടത്തി വരികയായിരുന്നു. ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. കൊല്ലത്ത് ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിക്കുകയാണ് ചെയ്തത്. ഒരു സ്കൂളാണ്. അപ്പൊ സ്കൂളിൽ പഠിക്കാൻ കെട്ടിടത്തിൽ നിന്നാണ് ഷോക്കേറ്റ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ ഒരു സ്കൂളിൽ പഴയ കെട്ടിടം, അതായത് അതിന്റെ മുകളിൽ KSEBയുടെ ലൈന് താഴ്ന്നു കിടന്നതാണ്. അപ്പോൾ ആ ലൈനില് മുകളിലേക്ക് കുട്ടി, കെട്ടിടത്തിന്റെ മുകളിലേക്ക് കുട്ടി കയറിയ സമയത്ത് ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ്. നേരത്തെ സ്കൂൾ അധികൃതര് KSEBക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല. എങ്കിൽ പിന്നെ നല്ല നടപടിയെടുക്കണം, ശക്തമായ നടപടിയെടുക്കണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണാൻ. ഈ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അത് കൊടുക്കണം. അനാസ്ഥ ഇതിനകത്തില്ലേ? അല്ല, ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനം പൊതുസമൂഹം കൂടുതലായിട്ട് വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഒരുക്കുന്ന സൗകര്യ കേന്ദ്രങ്ങൾ, അതിപ്പോൾ ആശുപത്രി ആയാലും സ്കൂളായാലും ഒരു വലിയ ഉത്തരവാദിത്വമാണ് അവർക്ക് ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കും സർക്കാർ മാതൃകാപരമായ നടപടി. റിപ്പോർട്ട് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വീഴ്ച? വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച.
അപ്പൊ ആ സ്കൂളിന്റെ ഫിറ്റ്നസ് DEO അതിന് ഉത്തരം പറയണം അല്ലേ? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ അതിന് ഉത്തരം പറയണം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നോ? വരണമല്ലോ, 24 മണിക്കൂർ കൊണ്ട് വരണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അല്ല. സ്കൂൾ കുഞ്ഞുങ്ങൾ സുരക്ഷ വാസ് നോട്ട് കെപ്റ്റ് ഇൻ. അത് മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ. ആരുടെ മാനേജ്മെന്റാണ് അതൊക്കെ അവർ ഇൻട്രോസ്പെക്ട് ചെയ്യട്ടെ, അവർ ആത്മപരിശോധന നടത്തട്ടെ. ഇങ്ങനെയൊക്കെ മാനേജ്മെന്റ് കൊണ്ട് നടക്കണമെന്നുള്ളത് പാർട്ടിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോട്ടെ, അത്രയും. ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാനിത് മൊത്തം രാവിലെ മുതൽ പടത്തിൻ്റെ ഇത് നല്ല അഭിപ്രായമാണ്. നല്ല ഒരു അമൂല്യമായ ചിന്ത പടത്തിൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് പഠനം. അതെ, ആ പോരാട്ടമൊക്കെ സഹജമാണ്. വിവാദമുണ്ടായ സമയത്ത് മന്ത്രിയുടെ ഒരു മൗനം, അതും വലിയ രീതിയിൽ മൗനമല്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ ട്രഷറി ബെഞ്ചിന്റെ ഭാഗമാണ്. എന്താണ് വോട്ട് എന്താണെന്ന് ഞാൻ അറിയില്ല, ഞാൻ മനസ്സിലാക്കില്ല. ഞാനങ്ങനെ ഇതിനകത്തേക്ക് ഫ്യൂവലോ ഫയർവുഡോ ഇടാൻ വേണ്ടി നിൽക്കേണ്ട ആളാണ്. അത് കൃത്യമായിട്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അവരത് ടേക്ക് ഫോർവേഡ് ചെയ്യും. പ്രൊഡ്യൂസേഴ്സും ഇതിന്റെ ക്രിയേറ്റീവ് സെഗ്മെന്റിലുള്ളവർ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ട് അർത്ഥമാവുന്നില്ല ഞാൻ മൗനമായിരുന്നു. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ഒരു വശത്തും ചെയ്തു. എല്ലാത്തിൻ്റെയും കൂടി ഒരു കൺസർവേഷനായിരുന്നു. അങ്ങനെ കോടതി അതിലൊരു തീരുമാനമെടുത്തതും അതിനോട് സെൻസർ ബോർഡും ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡും എല്ലാം കൂടി ഒത്തുവരുന്നു. സിനിമ കണ്ടിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എത്തിക്കാൻ വോട്ടേഴ്സിൻ്റെ പുസ്തകം തന്നെ ബാക്കിലോട്ട് എല്ലാരും ഇത്തിരി വെള്ളം കയറി ബാക്കിലോട്ടൊന്നും ഈ ഫോൺ താങ്ക് യു.
എനിക്കിനി വേണ്ട, ഞാൻ എല്ലാവർക്കും കൊടുക്കും. എൻ്റെ ഡയലോഗ്സ് പോലീസുകാരനാണ്, പോലീസ് കുഞ്ഞവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. കേക്ക് മിക്കാറ് എടുത്തിട്ട് പോകണം. ഫോണൊന്നും അല്പം ഫ്രണ്ട് ചെയ്തതാക്കണ്ട. ഓക്കെ ഓക്കെ സോറി കൊടുത്തു 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 കല്യാണ ചെറുക്കിന് കിട്ടി, കല്യാണ ചെറുക്കിന് കിട്ടി. അല്ല ഉച്ചയ്ക്ക് കിട്ടിയില്ല. കൂടുതൽ എൻ്റെ കയ്യിലോട്ടായി. വേണ്ടെന്ന് പറയുന്നു. കവിത ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേ. എല്ലാ മീഡിയക്കാരും മീഡിയ സുഹൃത്തുക്കളും